ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് റെഡ് ഫ്ലാഗ്സ്, ഗ്രീൻ ഫ്ലാഗ്സ് എന്നുള്ളവ. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതായത് വളരെ പെട്ടെന്ന് റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഗ്രീൻ ഫ്ലാഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഗ്രീൻ ഫ്ലാഗ് ആണ് ഞാൻ പറയുന്നത്. സോ അത് റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാക്കും. അതേപോലെ തന്നെ ഒരുപാട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം ആ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും കാലം റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും, ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നോക്കാം ഗ്രീൻ ഫ്ലാഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ഒരു പേഴ്സൺ ആണോ അവരെ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അവരെന്ന് മാത്രമല്ല നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടി പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അടിച്ചമർത്താതെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇത് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്ത് ചോയ്സ് ആണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഒപ്പീനിയൻ ആണുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാനായിട്ട് അവർ തയ്യാറാവും എന്നുള്ളതാണ്. ഒരിക്കലും അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ എന്നുള്ളതിന് മാത്രമായിട്ടൊരു പ്രാധാന്യം അവർ നൽകുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകും. നിങ്ങളുടെ തീരുമാനങ്ങൾക്കും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവർ. തിരിച്ചും നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവർ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വളരെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുമാത്രമല്ല നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ വരെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അവരിൽ ഓക്കെ ആയിരുന്നാൽ കാര്യമില്ല, നിങ്ങളിൽ ഓക്കെ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് രണ്ടുപേരിലും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, അത് വളരെ നല്ലൊരു കാര്യമായിട്ട് കാണാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ബന്ധത്തെ സംബന്ധിച്ചും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഹൈഡ് ചെയ്ത് വെക്കാത്ത ഒരു രീതിയാണ്. അതായത് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും മറച്ചു വെക്കാനില്ല എന്ന് കരുതി എല്ലാ ആളുകളും എല്ലാം തുറന്നു പറയും എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ചിലപ്പോൾ അവർ മറച്ചു വെക്കുന്നുണ്ടാവും. പുറമെ ആരും അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, പറയാണ്ടിരിക്കാം. എങ്കിലും മറ്റു പലരോടും പറയാത്ത പല കാര്യങ്ങളും നിങ്ങളോട് അവർ തുറന്നു പറയുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വഴക്കുണ്ടായാൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതായത് ഒരു വഴക്കുണ്ടായി കഴിയുമ്പോൾ അതിന് കൂടുതൽ ഗുരുതരമാക്കാതെ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആ പ്രശ്നത്തെക്കുറിച്ച് അപ്പോൾ വല്ലാണ്ട് സംസാരിക്കില്ല. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും എന്നൊക്കെ വിചാരിക്കും. മേ ബി ഇവരും അങ്ങനെയായിരിക്കാം, വലിയ രീതിയിൽ ആ ഒരു സമയത്ത് സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ പിന്നീട് ഒരു സാഹചര്യം നോക്കിയിട്ട് ഒരുപാട് ദിവസം വൈകാതെ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്, അതല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും. അവരുടെ മനസ്സിൽ പ്രത്യേകിച്ചൊന്നും വെക്കില്ല. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങളും പാലിക്കേണ്ട കാര്യമാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റണമെന്നൊന്നും അവർ വിചാരിക്കില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. എന്ന് കരുതി നിങ്ങളുടെ വളരെ മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ അതിൽ മാറ്റം വരുത്താനൊക്കെ അവർ പറയട്ടോ, അതിന് ശ്രമിക്കുകയും ചെയ്യും. ബിക്കോസ് അത് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ട് പറയാതിരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കരുത് എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടായിരിക്കാം. അല്ലാതെ ഒരിക്കലും നിങ്ങളോട് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ മികച്ചൊരു പേഴ്സൺ ആയിരിക്കണം എന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അവർ നിങ്ങളോട് പറയുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കും. പൂർണ്ണമായിട്ടും നിങ്ങൾ മാറണമെന്നോ നിങ്ങൾ പെർഫെക്റ്റ് ആകണമെന്നോ ഒരിക്കലും ആ പേഴ്സൺ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയോ പോലും ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കുറവുകൾ എടുത്തെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ കളിയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. മിക്ക ആളുകളും നമ്മൾ കാണാറുണ്ട്, അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും സ്നേഹിക്കണം, അങ്ങോട്ടും എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടും തരണം, തന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഇതുണ്ടാവില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ അവർ നിങ്ങളെ സ്നേഹിക്കും. ഒരു ബൗണ്ടറി എപ്പോഴും ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ വെക്കുന്ന ആ ഒരു അതിർത്തി അവരെപ്പോഴും മാനിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് അത് നിങ്ങളുടെയാണ്, ഒരിക്കലും അതിൽ കയറി ഇടപെടരുത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അവർക്ക് എപ്പോഴും ഒരു കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാവണം റിലേഷൻഷിപ്പ്, നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. കമ്മിറ്റ്മെന്റ് എപ്പോഴും അവർ നിലനിർത്തും. ആ റിലേഷൻഷിപ്പിനോട് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കും. സ്നേഹം ഉണ്ടായിരിക്കും, ആത്മാർത്ഥത ഉണ്ടായിരിക്കും. ഇതൊക്കെ അവരിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവരിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഗ്രീൻ ഫ്ലാഗ് ആണ്. അവരൊരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിക്കില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടിട്ട് പോവുകയില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, അവരെങ്ങനെയാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നോക്കുക. ബിക്കോസ് നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കണം, റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ അവരും തിരിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരാളുടെ ഭാഗത്ത് നിന്ന് മാത്രം എഫേർട്ട് പോരാ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബന്ധം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളില്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ കൂടി ശ്രമിക്കുക. അപ്പൊ എല്ലാവരുടെയും റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്